അഗസ്ത വെസ്റ്റ്ലാൻഡ് അഴിമതിയിൽ എ.കെ. ആന്റണിയെ സിബിഐയും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും ചോദ്യം ചെയ്യും. വ്യോമസേന മുൻ തലവൻ എസ്.ബി. ത്യാഗിയുടെ ഒരാഴ്ചയ്ക്കുള്ളിൽ ആസ്ഥാനത്ത് ഹാജരാകാൻ സിബിഐ നിർദ്ദേശം നൽകി. വിവരങ്ങളുമായി ഇതിൽ നിന്നും എം സന്തോഷ് ചേരുകയാണ്. സന്തോഷ്, രാജ്യം കണ്ട വലിയ അഴിമതി കഥകളിൽ ഒന്നാണ് അഗസ്റ്റ വെസ്റ്റ്ലാൻഡ് അഴിമതി. ഈ ഒരു അഴിമതിയിൽ എ.കെ. ആന്റണിയുടെ പങ്കും വ്യക്തമാകുന്ന തെളിവുകൾ തന്നെയാണോ ഇപ്പോൾ ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത്? ആ രീതിയിൽ തന്നെയാണോ സിബിഐക്ക് സൂചനകൾ ലഭ്യമായിരിക്കുന്നത്? അതായത് അഴിമതി നടന്നു അല്ലെങ്കിൽ നടക്കുന്നു എന്നറിഞ്ഞിട്ടും അതിനെ പ്രതിരോധിക്കാൻ യാതൊരു ഇടപെടലുകളും മന്ത്രി എന്ന രീതിയിൽ നടത്തിയിട്ടില്ല എന്ന രീതിയിൽ തന്നെയാണോ കാര്യങ്ങൾ പോകുന്നത്? സുരേഷ്, അഗസ്റ്റ വെസ്റ്റ്ലാൻഡ് കോഴക്കേസിൽ മുൻ പ്രതിരോധ മന്ത്രി എ.കെ. ആന്റണിയെ പ്രതിക്കൂട്ടിലാക്കാൻ ഉതകുന്ന തെളിവുകളെല്ലാം തന്നെ പ്രതിരോധ മന്ത്രാലയം ശേഖരിച്ചു എന്നാണ് സൂചന. പ്രതിരോധ മന്ത്രി മനോഹർ പരീക്കറിന്റെ പ്രത്യേക നിർദ്ദേശപ്രകാരം പ്രതിരോധ മന്ത്രാലയത്തെ ഉന്നത ഉദ്യോഗസ്ഥരടങ്ങുന്ന ഒരു സംഘത്തെ, അന്വേഷണ സംഘത്തെ തന്നെ ഇതിനായി രൂപീകരിച്ചിട്ടുണ്ട്. ഈ അന്വേഷണ സംഘം എ.കെ. ആന്റണിയുടെ കാലത്ത് അഗസ്റ്റ വെസ്റ്റ്ലാൻഡ് ഇടപാടുമായി ബന്ധപ്പെട്ട 40-ലധികം വളരെയേറെ പേജുകളുള്ള 40-ലധികം രേഖകൾ വളരെ സസൂക്ഷ്മമായി പരിശോധിച്ചതിന് ശേഷമാണ് ഇത്തരത്തിൽ എ.കെ. ആന്റണിക്കെതിരെയുള്ള തെളിവുകൾ കണ്ടെത്തിയിരിക്കുന്നത്. ഇതിൽ പ്രത്യേകിച്ചും ഈ അന്വേഷണ സംഘം, ഈ പ്രതിരോധ മന്ത്രാലയത്തിലെ അന്വേഷണ സംഘം പഠന വിധേയമാക്കിയത് അല്ലെങ്കിൽ അന്വേഷണ വിധേയമാക്കിയ കാര്യങ്ങൾ, ഈ കാര്യത്തിൽ അഗസ്റ്റ വെസ്റ്റ്ലാൻഡ് കോഴക്കേസിൽ എ.കെ. ആന്റണി പ്രതിരോധ മന്ത്രിയായിരുന്ന എ.കെ. ആന്റണി ഏതൊക്കെ തരത്തിലുള്ള ഇടപെടലുകൾ നടത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യം തന്നെയാണ് അതിൽ പ്രത്യേകമായും ചൂണ്ടിക്കാട്ടുന്നത്. 2012 തന്നെ അഗസ്റ്റ വെസ്റ്റ്ലാൻഡ് ഇടപാടിൽ കോഴ ആരോപണം അല്ലെങ്കിൽ കോഴ ഉദ്യോഗസ്ഥർക്കും അതോടൊപ്പം തന്നെ ഉന്നത മന്ത്രിസഭയിലെ പലർക്കും കോഴ ഉൾപ്പെടെ ലഭിച്ചു എന്നുള്ള തെളിവുകൾ പുറത്തു വന്നിട്ടും എ.കെ. ആന്റണി ഈ കേസ്, ഈ കരാർ റദ്ദാക്കാനോ അല്ലെങ്കിൽ അഴിമതി ശ്രദ്ധയിൽപ്പെട്ട ഉടൻ തന്നെ ഈ കേസ് സിബിഐക്ക് കൈമാറാനോ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. 2012 തന്നെ അഴിമതിയുണ്ട് എന്ന് എ.കെ. ആന്റണി സമ്മതിച്ചിരുന്നു. എങ്കിൽ കൂടിയും 2014 വരെ ഈ കമ്പനിയുമായിട്ടുള്ള ഫിൻമെക്കാനിക്ക കമ്പനിയുമായിട്ടുള്ള കരാർ റദ്ദാക്കാതെ മുന്നോട്ട് പോയി എന്നുള്ളതാണ് പ്രതിരോധ മന്ത്രാലയത്തിലെ അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ കേസ്, ഈ അഴിമതിയുണ്ട് അല്ലെങ്കിൽ കോഴയുണ്ട് എന്ന് കണ്ടെത്തിയതിന് ശേഷവും 3 ഹെലികോപ്റ്ററുകൾ അഗസ്റ്റ വെസ്റ്റ്ലാൻഡിൽ നിന്നും വാങ്ങാൻ വേണ്ടി തയ്യാറായി. ഇത് സ്വാഭാവികമായും ഈ അഴിമതി, ഈ കേസ് ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമമാണ് പ്രതിരോധ മന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായത് എന്നുള്ള ഒരു നിരീക്ഷണവും പ്രത്യേക അന്വേഷണ സംഘത്തിനുണ്ട്. സ്വാഭാവികമായും ഈ പ്രത്യേക അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുന്ന തെളിവുകളെല്ലാം തന്നെയും സിബിഐക്കും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനും കൈമാറും. ഈ തെളിവുകൾ പരിശോധിച്ചതിന് ശേഷം, തെളിവുകൾ ലഭിച്ചതിന് ശേഷം എ.കെ. ആന്റണിയെ എൻഫോഴ്സ്മെന്റും സിബിഐയും ചോദ്യം ചെയ്യും എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന സൂചനകൾ. പ്രത്യേകിച്ചും കഴിഞ്ഞ ദിവസങ്ങളിൽ, 2 ദിവസങ്ങളിൽ പാർലമെന്റിൽ ഈ അഗസ്റ്റ വെസ്റ്റ്ലാൻഡ് ഇടപാടുമായി ബന്ധപ്പെട്ട വലിയ രീതിയിലുള്ള കോലാഹലങ്ങളെല്ലാം തന്നെ നടന്നിരുന്നു. ബി.ജെ.പി. നേതാവ് സുബ്രഹ്മണ്യ സ്വാമി ഉൾപ്പെടെയുള്ളവർ സോണിയാഗാന്ധിക്കും എ.കെ. ആന്റണിക്കും എതിരെ ഉൾപ്പെടെയുള്ള തെളിവുകളെല്ലാം തന്നെയും പുറത്തു കൊണ്ടുവരികയും ചെയ്തിരുന്നു. ഇതിനെ പ്രതിരോധിക്കുന്നതിൽ കോൺഗ്രസ് പരാജയപ്പെടുകയും ചെയ്തു പാർലമെന്റിൽ. എന്നാൽ എ.കെ. ആന്റണി ഉൾപ്പെടെയുള്ളവർ സ്വീകരിച്ച നിലപാട്, മന്ത്രിസഭയ്ക്ക് അല്ലെങ്കിൽ പ്രതിരോധ മന്ത്രാലയത്തിന് ഇത്തരത്തിൽ ഈ അഴിമതിയിൽ പങ്കില്ല എന്നുള്ള ഒരു നിലപാട് പാർലമെന്റിൽ ഉൾപ്പെടെ സ്വീകരിച്ചിരുന്നു. ഇതിന്റെ ഭാഗമായാണ് കേന്ദ്ര പ്രതിരോധ മന്ത്രാലയം മനോഹർ പരീക്കറിന്റെ പ്രത്യേക നിർദ്ദേശപ്രകാരം പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചത്. ഈ അന്വേഷണ സംഘം ഈ ഫയലുകൾ എല്ലാം തന്നെയും വിശദമായി പരിശോധിച്ചു. ഈ ഉദ്യോഗസ്ഥരുമായി മനോഹർ പരീക്കർ തന്നെ മണിക്കൂറുകൾ നീണ്ട ചർച്ചകളും അല്ലെങ്കിൽ ഈ കേസിന്റെ വിശദാംശങ്ങൾ പരിശോധിക്കുന്നതിനായുള്ള യോഗം ചേരുകയും ഉണ്ടായി. ഇതിന് ശേഷമാണ് ഇത്തരത്തിൽ ഈ കോഴക്കേസിലെ പ്രധാന ഒരു ആരോപണം അല്ലെങ്കിൽ പ്രധാന പങ്കാളിത്തം എ.കെ. ആന്റണിക്ക് ഉണ്ട് എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നത്. സ്വാഭാവികമായും എ.കെ. ആന്റണിയെ ലക്ഷ്യം വെച്ചുകൊണ്ട് പ്രതിക്കൂട്ടിലാക്കാൻ ഉതകുന്ന തരത്തിലുള്ള തെളിവുകൾ സിബിഐക്കും എൻഫോഴ്സ്മെന്റ്, അതായത് അഴിമതി നടത്തി എന്നതുപോലെ തന്നെ വളരെ പ്രധാനം തന്നെയാണ് അഴിമതിക്ക് കൂട്ടുനിന്നു എന്നതും. ആ ഒരു രീതിയിലേക്ക് തന്നെയാണോ എ.കെ. ആന്റണിക്കെതിരെയുള്ള ആരോപണങ്ങൾ വരുന്നത്? അല്ലെങ്കിൽ ആ രീതിയിൽ തന്നെയാണോ ആന്റണിയും പ്രതിക്കൂട്ടിലാകുന്നത്? അതായത് 2012 തന്നെ ഈ ഒരു വലിയ അഴിമതിയുടെ കഥ അറിഞ്ഞിട്ടും 2014 വരെ അത് റദ്ദാക്കാൻ കാത്തിരുന്നു. അതോടൊപ്പം തന്നെ ഈ അഴിമതി നടന്നിട്ടുണ്ട്, ഉദ്യോഗസ്ഥന്മാർ അഴിമതി നടത്തിയിട്ടുണ്ട്, കോടികളുടെ അഴിമതി നടത്തിയിട്ടുണ്ട് എന്നറിഞ്ഞിട്ടും പിന്നെയും ഹെലികോപ്റ്ററുകൾ വാങ്ങുന്നതിൽ മന്ത്രി എന്ന നിലയിൽ കൂട്ടുനിന്നു. ആ രീതിയിൽ തന്നെയാണോ കാര്യങ്ങൾ പോകുന്നത്? സുരേഷ്, ഈ പ്രതിരോധ മന്ത്രാലയത്തിലെ പ്രത്യേക അന്വേഷണ സംഘം പരിശോധിക്കുന്നത് പ്രതിരോധ മന്ത്രി എന്നുള്ള നിലയിൽ
ആന്റണി ഈ കോഴക്കഥകൾ മൂടിവെക്കാനുള്ള എന്തൊക്കെ ശ്രമം നടത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പ്രതിരോധ മന്ത്രി എന്നുള്ള രീതിയിൽ ആന്റണിക്ക് എന്തെങ്കിലും തരത്തിലുള്ള സാമ്പത്തിക നേട്ടങ്ങൾ ഇതിൽ ഉണ്ടായിട്ടുണ്ടോ എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം തന്നെയും ഈ പ്രത്യേക അന്വേഷണ സംഘം പരിശോധിക്കുന്നുണ്ട് എന്നുള്ളതാണ് പ്രത്യേകത. വളരെ വിശദമായി തന്നെ, കാരണം പലതരത്തിലുള്ള സാങ്കേതിക പ്രശ്നങ്ങൾ ഈ കേസ് പരിഗണിക്കുന്ന സമയത്ത് CBIക്കും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറിനും ചില സാങ്കേതിക പ്രശ്നങ്ങളുണ്ട്. ഈ സാങ്കേതിക പ്രശ്നങ്ങൾ തീർക്കുക എന്നുള്ളതാണ് പ്രതിരോധ മന്ത്രാലയത്തിലെ അന്വേഷണ സംഘത്തിന്റെ CBIയും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും ചോദ്യം ചെയ്യുമെന്നാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ വ്യക്തമാക്കുന്നത്. ഏത് രീതിയിലാണ് താങ്കൾ ഇതിനെ കാണുന്നത്? ശ്രീ AK ആന്റണി പ്രതിരോധ വകുപ്പ് മന്ത്രിയായിരിക്കുന്ന വേളയിലാണ് ഈ ഇടപാട് നടക്കുന്നത്. അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽ ഇത് പെട്ടപ്പോൾ ഇവിടെ ഇത് റദ്ദാക്കാനായി തീരുമാനിച്ചു എന്നാണ് അദ്ദേഹം പ്രഖ്യാപിച്ചതായ ഒരു കാര്യം ഞാൻ മനസ്സിലാക്കുന്നത്. ശ്രീ ആന്റണി അല്ല മറ്റാരായിരുന്നാലും ശരി തന്നെ ആ വകുപ്പ് കൈകാര്യം ചെയ്തിരുന്ന മന്ത്രി എന്നുള്ള നിലയിൽ ഇത് സംബന്ധിച്ച് വ്യക്തമായ മറുപടികൾ രാജ്യത്തിന് നൽകേണ്ടതായിട്ടുണ്ട്. ഇന്ത്യയിൽ ഇത് സംബന്ധിച്ചുള്ള അന്വേഷണം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും അതുപോലെ തന്നെ സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ CBIയും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. മിലാനിലെ അപ്പലേറ്റ് കോടതിയിൽ നിന്നുണ്ടായിട്ടുള്ള വിധിന്യായവും കോഴ കൊടുത്ത ആളുകളെ അവരെ ശിക്ഷിക്കുകയും അവരിൽ നിന്ന് പിഴ ഈടാക്കുകയും ചെയ്തു എന്നുള്ളത് ഇറ്റലി യൂറോപ്യൻ കൺവെൻഷൻ അഴിമതിക്കെതിരായിട്ടുള്ള കൺവെൻഷനിൽ അവർ കൂടി ഒപ്പുവെച്ചതോടുകൂടി പങ്കാളിയായതുകൊണ്ടാണ് അത്തരത്തിൽ ഒരു ദൃഢമായ നിലപാട് ഇറ്റാലിയൻ കോടതിയിൽ നിന്ന് ഉണ്ടായത്. ഇല്ലായിരുന്നുവെങ്കിൽ ഇറ്റലി മറ്റു ചില രാഷ്ട്രങ്ങളെ പോലെ തന്നെ ഇത്തരത്തിൽ കോഴ കൊടുക്കുകയും കോഴ പറ്റുകയും ആ കോഴയ്ക്ക് ഇടനിലക്കാരായി നിൽക്കുകയും ചെയ്യുന്നവർക്കെല്ലാം തന്നെയുള്ള ഒരു ഇംഗ്ലീഷിൽ പറഞ്ഞാൽ സേഫസ്റ്റ് ഹെവൻ എന്ന് പറയാവുന്ന സുരക്ഷിതമായ സ്വർഗം എന്ന് പറയാവുന്നത് പോലുള്ള ഒരു രാജ്യമായിരുന്നു മുമ്പ്. ഇപ്പോൾ ഈ SP ത്യാഗി എന്ന മുൻ എഞ്ചിനീയർ എയർഫോഴ്സിന്റെ ചീഫായിട്ടുള്ള മനുഷ്യൻ ഇപ്പോഴും അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ട്. അദ്ദേഹത്തെ ചോദ്യം ചെയ്യുമെന്നാണ് നേരത്തെ കിട്ടിയ വിവരങ്ങൾ. വാസ്തവത്തിൽ അദ്ദേഹത്തിന്റെ 3 സഹോദരന്മാർ കൂടി ഡയറക്ടർമാരായിട്ടുള്ള ഒരു കമ്പനി, ആ കമ്പനി രജിസ്റ്റർ ചെയ്ത് പ്രവർത്തിക്കുകയും ആ കമ്പനി ഫിൻമെക്കാനിക്കയുമായി ചേർന്നുകൊണ്ട് ഇത്തരത്തിൽ ചില കരാറുകൾ ഉറപ്പിക്കുന്നതിന് ഇടനിലക്കാരുടെ സഹായിയായി ഇന്ത്യയിൽ പ്രവർത്തിക്കുകയും ചെയ്തിരുന്നു എന്ന വിവരം ഇന്ത്യയുടെ പ്രതിരോധ വകുപ്പ് മന്ത്രി അറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ ഒരു പാർലമെന്റ് അംഗം എന്നുള്ള നിലയിൽ എനിക്ക് ദഹിക്കാനും വളരെ പ്രയാസകരമാണ്. കാരണം ഇന്ത്യയിലെ പ്രതിരോധ വകുപ്പിന്റെ എല്ലാം തലവനായിട്ടുള്ള പ്രതിരോധ മന്ത്രി സ്വാഭാവികമായും ആർമിയുടെ, എയർഫോഴ്സിന്റെ, നേവിയുടെ എല്ലാം തലപ്പത്തുള്ള ഇംഗ്ലീഷിൽ ടോപ്പ് ബ്രാസ് എന്ന് പറയാവുന്നവർ നടത്തുന്നതായിട്ടുള്ള ഇടപാടുകൾ അറിയാൻ ബാധ്യസ്ഥനാണ്. നമ്മുടെ മിലിറ്ററി ഇന്റലിജൻസ് അത്തരം കാര്യങ്ങൾ അത് നൽകുന്നതിലെല്ലാം തന്നെ ആ വീഴ്ച വരുത്തിയാൽ മാത്രമേ ഇത് അറിയാൻ പറ്റാതെ ഒരു സ്ഥിതിവിശേഷം ഉണ്ടാവുകയുള്ളൂ. തീരുന്നില്ല. ഈ 2ാം UPA ഗവൺമെന്റിന്റെ ഭരണകാലത്ത് കേന്ദ്ര നിയമവകുപ്പ് മന്ത്രിയായിരുന്ന ശ്രീ കപിൽ സിബലാണ്. ഇവിടെ ഇത് സംബന്ധിച്ച് ചോദ്യം ചെയ്യണം എന്ന് CBI തന്നെ അന്ന് ആവശ്യപ്പെട്ടിരുന്ന 2 വ്യക്തികൾ, ഒന്ന് ശ്രീ നാരായണനും മറ്റൊന്ന് ശ്രീ വാഞ്ചുവുമാണ്. അവർ യഥാക്രമം പശ്ചിമ ബംഗാളിന്റെയും ഗോവയുടെയും ഗവർണർമാരായിരുന്നു എന്നുള്ളത് കൊണ്ട് അവർക്ക് ഗവർണർമാർ എന്നുള്ള ഒഴിവ് ആ ഇമ്മ്യൂണിറ്റി ഉണ്ട്, അതുകൊണ്ട് അവരെ ചോദ്യം ചെയ്യാൻ കഴിയില്ല എന്ന നിലപാടാണ് അന്ന് നിയമ മന്ത്രാലയത്തിന്റെ തലവൻ എടുത്തത്. അന്ന് സുപ്രീം കോടതിയുടെ മുമ്പ് സീനിയർ അഭിഭാഷകൻ കൂടിയായിട്ടുള്ള കപിൽ സിബൽ എടുത്തത്. പിന്നീട് CBIക്ക് രാഷ്ട്രപതിയായിട്ടുള്ള ഡോക്ടർ പ്രണബ് മുഖർജിയെ തന്നെ സമീപിക്കേണ്ടതായി തോന്നുന്നു. രാഷ്ട്രപതിയുടെ പ്രത്യേകാനുമതിയോടുകൂടിയാണ് ഇവരെ 2 പേരെയും ചോദ്യം ചെയ്യാനായി കഴിഞ്ഞത്. ഇവിടെ എന്തായാലും കോഴ നൽകിയത് ആര് എന്നും എത്ര നൽകി എന്നുമുള്ള കാര്യത്തെ സംബന്ധിച്ചെല്ലാം ലോകം അറിഞ്ഞു കഴിഞ്ഞു. അവിടെ കോടതിയിൽ വന്ന കുറിപ്പുകളും കൈപ്പടയിലും വന്നിട്ടുള്ള കാര്യങ്ങളിൽ അഹമ്മദ് പട്ടേലാണോ, അതല്ല സോണിയാഗാന്ധിയാണോ, അതല്ല ഇനി കോൺഗ്രസിന്റെ മറ്റേതെങ്കിലും രാഷ്ട്രീയ നേതൃത്വമാണോ, AF എന്ന് പറയുന്നത് എയർഫോഴ്സ് ആണോ, ഇത്തരത്തിൽ പൊളിറ്റിക്കൽ ഫണ്ട് എന്നുള്ളത് കോൺഗ്രസിന് നൽകിയതാണോ, അത്തരം കാര്യങ്ങളെ സംബന്ധിച്ചെല്ലാം ഇന്ത്യയിലെ അന്വേഷണ ഏജൻസികളാണ് കണ്ടെത്തേണ്ടത്. ഇവിടെ NDA ഗവൺമെന്റ് ശ്രീ മോദിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ 2 കൊല്ലമായി അധികാരത്തിലിരുന്നിട്ടും ഈ അന്വേഷണം ഇഴഞ്ഞാണ് നീങ്ങുന്നത്. ഇത് വാസ്തവത്തിൽ ഇനിയും ഈ അന്വേഷണം ഇഴഞ്ഞാണ് നീങ്ങുന്നതെങ്കിൽ ഇത് കോൺഗ്രസും BJPയും തമ്മിലുള്ള ഒരു ഒത്തുകളിയായി മാത്രമേ രാജ്യം വീക്ഷിക്കുകയുള്ളൂ. അതായത് ശ്രീ സമ്പത്ത്, പുതിയ സാഹചര്യത്തിൽ CBIയും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും അദ്ദേഹത്തെ ചോദ്യം ചെയ്യും എന്നുള്ള കുറ്റവാളികൾ ആരായാലും ഇവിടെ ഈ കോഴ ഇടപാടിൽ ഇങ്ങനെ അറ്റം വരെ നിന്നിട്ടുള്ളവരും കൈപ്പറ്റിയിട്ടുള്ളവരും ആരൊക്കെയെന്ന് നാം അറിയേണ്ടതായിട്ടുണ്ട്. അവർ കുറ്റവിചാരണ നേരിടേണ്ടതുമായിട്ടുണ്ട്. അതായത് താങ്കൾ സൂചിപ്പിക്കുന്നത് പുതിയ അന്വേഷണ ഘട്ടത്തിലും ശരിയായ നീതി ലഭ്യമാകില്ല എന്ന രീതിയിൽ തന്നെയാണോ? അതായത് സ്വയം കൈകഴുകുന്ന ഒരു സമീപനമാണ് AK ആന്റണി നേരത്തെ തന്നെ
ഈ ഒരു വിഷയത്തിൽ പുലർത്തിയിരുന്നത്? അതായത് മന്ത്രി എന്ന രീതിയിൽ തനിക്ക് അറിയില്ല എന്ന രീതിയിൽ താങ്കൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അതും ഒരു ഒഴിഞ്ഞുമാറൽ എന്ന രീതിയിൽ നമുക്ക് കാണാൻ സാധിക്കില്ല. പ്രത്യേകിച്ച് പ്രതിരോധ മന്ത്രാലയത്തിന്റെ എല്ലാ ഇടപെടലുകളും എല്ലാ ഇടപാടുകളും മന്ത്രി എന്ന രീതിയിൽ, പ്രത്യേകിച്ച് പ്രതിരോധ മന്ത്രി എന്ന രീതിയിൽ അദ്ദേഹം അറിഞ്ഞിട്ടുണ്ടാവണം, അറിഞ്ഞത് തന്നെയായിരിക്കണം. എന്നാൽ അതിൽ നിന്നും ഒഴിഞ്ഞു മാറുന്ന AK ആന്റണിയുടെ മുഖം ഇനി എത്രമാത്രം വികൃതമാകുമെന്നാണ് താങ്കൾ കരുതുന്നത്? ശ്രീ AK ആന്റണി ഏതെങ്കിലും വിധത്തിൽ അഴിമതിയുടെ പങ്ക് പറ്റിയിട്ടുണ്ടെന്നോ അഴിമതിക്കാരനാണെന്നോ ഞാൻ ആരോപിച്ചിട്ടില്ല, ഞാൻ ഇപ്പോഴും ആരോപിക്കുന്നില്ല. അദ്ദേഹത്തെ മറയാക്കിക്കൊണ്ട്, അദ്ദേഹത്തെ മുഖംമൂടിയാക്കിക്കൊണ്ട്, അദ്ദേഹത്തിന്റെ വ്യക്തിത്വത്തെ ദുരുപയോഗം ചെയ്തുകൊണ്ട് കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള പല ആളുകളും പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ടാവാം. അത്തരം കാര്യങ്ങളിൽ ഇവിടെ നമ്മുടെ രാജ്യരക്ഷാ വകുപ്പുമായി ബന്ധപ്പെട്ട് നമ്മുടെ പ്രതിരോധ ആവശ്യങ്ങൾക്കായി കഴിഞ്ഞ നിരവധി പതിറ്റാണ്ടുകളായി നടത്തിക്കൊണ്ടിരിക്കുന്ന ഇറക്കുമതികൾ, നമ്മുടെ രാജ്യത്തിന്റെ പൊതു ബഡ്ജറ്റ് അത് ഇപ്പോൾ ഏറ്റവും കൂടുതലത്തെ പൊതു ബഡ്ജറ്റ് ഏതാണ്ട് 16 ലക്ഷം 17 ലക്ഷം കോടി രൂപയ്ക്ക് അടുത്ത് വരെ വരും. നമ്മുടെ ബഡ്ജറ്റിന്റെ ഏറ്റവും വലിയ ഭാഗം, അതിന്റെ ഒരു സിംഗിൾ ലാർജസ്റ്റ് പോർഷൻ എന്നുള്ളത് ഡിഫൻസ് ആവശ്യത്തിന് വേണ്ടിയാണ് ചെലവഴിക്കുന്നത്. അങ്ങനെ ഡിഫൻസിന് വേണ്ടി ചെലവഴിക്കുന്നതിൽ തന്നെ നല്ലൊരു പങ്ക് വിദേശത്തു നിന്ന് ആയുധങ്ങളും ആയുധ സാമഗ്രികളും എല്ലാം ഇറക്കുമതി ചെയ്യുന്നതിനാണ് നാം ചെലവഴിക്കുന്നത്. ഇത്തരത്തിലുള്ള ഈ ഡീലുകളിലെല്ലാം ഇടനിലക്കാർ ഒരുപാട് പേരുണ്ട് എന്നുള്ളത് പരസ്യമായ രഹസ്യം തന്നെയാണ്. അത് NDA ഗവൺമെന്റ് ആയാലും ശരി തന്നെ, അത് UPA ഗവൺമെന്റ് ആയാലും ശരി തന്നെ, ശവപ്പെട്ടി കുംഭകോണം മുതൽ ഇവിടെ ഈ പറയുന്ന അഗസ്റ്റ വെസ്റ്റേൺ ഹെലികോപ്റ്റർ കോർപ്പറേഷന്റെ, മുമ്പ് ബൊഫോഴ്സിന്റെ, STW അന്തർവാഹിനികളുടെ, അതുപോലെ തന്നെ ഇനിയിപ്പോ ഈ ഗവൺമെന്റിന്റെ കാലത്ത് ഇപ്പൊ റഫേൽ വിമാനങ്ങളുടെ ഇടപാട് ഇപ്പോൾ നടക്കുന്നുണ്ടല്ലോ. വാസ്തവത്തിൽ അടച്ചുപൂട്ടാറായ ഒരു കമ്പനി, ആ കമ്പനിയെ ഇപ്പോൾ ഇന്ത്യ രക്ഷിക്കുകയാണ്. ഇതിലെല്ലാം തന്നെ മിഡിൽമെൻ ഉണ്ട് എന്നുള്ളത്, ഇന്ത്യയുടെ ഡിഫൻസ് ബാസ്ക്കറ്റ് എന്നുള്ളത് വല്ലാതെ ഓരോ വർഷവും വർദ്ധിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വേളയിൽ ശ്രീ AK ആന്റണി പ്രതിരോധ മന്ത്രിയായിരുന്ന കാലത്ത് ഇക്കാര്യങ്ങൾ അദ്ദേഹം അറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ അദ്ദേഹം ഉറക്കം നടിച്ചു, അതല്ലെങ്കിൽ അദ്ദേഹം അക്ഷരാർത്ഥത്തിൽ ഉറങ്ങി. രണ്ടും വാസ്തവത്തിൽ കുറ്റകരമായ അനാസ്ഥയാണ് എന്ന് പറയേണ്ടതായി വരും. വളരെയധികം നന്ദിയുണ്ട് ശ്രീ S. സമ്പത്ത്, ഈ ഒരു സമയം ഞങ്ങളോട് സഹകരിച്ചതിന്. അതേസമയം തെളിവുണ്ടെങ്കിൽ കേന്ദ്രത്തിന് നടപടിയെടുക്കാമെന്ന് AK ആന്റണി പറഞ്ഞു. പണം വാങ്ങിയവർക്കെതിരെയും കൊടുത്തവർക്കെതിരെയും നടപടിയെടുക്കണമെന്നും AK ആന്റണി തിരുവനന്തപുരത്ത് വ്യക്തമാക്കി. ED is with the present government. They are now next month they complete 2 years. Why delay? If evidence is with them, why delay? Take actions, strong actions against the bribe givers, bribe takers. Along that, now the company is convicted. Take action as the company also. അഗസ്റ്റ വെസ്റ്റ്ലാൻഡ് അഴിമതിയിൽ AK ആന്റണിയെ CBIയും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും ചോദ്യം ചെയ്യും. ഇതിന് വിശദാംശങ്ങൾ നൽകാൻ ദില്ലിയിൽ നിന്നും M. സന്തോഷ് ഒരിക്കൽ കൂടി ചേരുകയാണ്. സന്തോഷ്, ഈ രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത്. അതായത് നേരത്തെ S. സമ്പത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ അദ്ദേഹം പ്രതിരോധ മന്ത്രിയായിരുന്ന ഒരു കാലഘട്ടത്തിലാണ് കോടികളുടെ ഇത്തരം ഒരു അഴിമതി ഇടപാടുകൾ നടന്നത്. അതിൽ അദ്ദേഹത്തിന് പങ്കില്ല എന്ന് പറയുമ്പോഴും പല രീതിയിലുള്ള സംശയങ്ങളും അദ്ദേഹത്തിലേക്ക് നീളുകയാണ്. അതിന് അദ്ദേഹം ഉത്തരം പറയേണ്ടതായും വരും. ഈ രീതിയിൽ തന്നെയാണോ CBIയുടെ അടക്കമുള്ള അന്വേഷണ സംഘത്തിന്റെ അന്വേഷണ ഉദ്യോഗസ്ഥരുടെ നിലപാടുകൾ പോകുന്നത്? ഏതൊക്കെ തരത്തിലുള്ള സംശയത്തിന്റെ നിഴലിലാണ് AK ആന്റണി ഇപ്പോൾ നിൽക്കുന്നത്? സുരേഷ്, പ്രതിരോധ മന്ത്രാലയം രൂപീകരിച്ച പ്രതിരോധ മന്ത്രിയുടെ നിർദ്ദേശപ്രകാരം പ്രതിരോധ മന്ത്രാലയത്തിലെ ഉന്നത ഉദ്യോഗസ്ഥരടങ്ങുന്ന പ്രത്യേക അന്വേഷണ സംഘം 40-ലധികം വരുന്ന രേഖകൾ വിശദമായി പരിശോധിച്ചതിന് ശേഷം AK ആന്റണി, പ്രതിരോധ മന്ത്രിയായിരുന്ന AK ആന്റണി ഈ വിഷയത്തിൽ കുറ്റകരമായ അനാസ്ഥ കാണിച്ചു എന്നുള്ളതിന്റെ തെളിവുകളാണ് കൃത്യമായും കണ്ടെത്തിയിരിക്കുന്നത്. അതിൽ ചൂണ്ടിക്കാട്ടുന്ന പ്രത്യേക കാര്യം 2012 തന്നെ ഈ ഓഗസ്റ്റ വെസ്റ്റ്ലാൻഡ് ഇടപാടിൽ അഴിമതിയുണ്ട് എന്നുള്ളതിന്റെ തെളിവുകൾ പുറത്തു വന്നു. AK ആന്റണി തന്നെ ഈ കാര്യം സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട്, പരസ്യമായി സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഒരു വർഷം വൈകിയാണ് കേസ് CBIക്ക് കൈമാറിയത്. എന്തുകൊണ്ടാണ് കേസ് ഇത്രയും താമസിച്ച്, ഇത്രയും പ്രമാദമായ കോടിക്കണക്കിന് രൂപയുടെ അഴിമതി നടന്ന ഒരു വിഷയത്തിൽ തെളിവുകൾ ഉണ്ടായിട്ട് കൂടിയും ഈ കേസ് CBIക്ക് കൈമാറുന്നതിന് എന്തുകൊണ്ടാണ് ഇത്രയും സമയം താമസിച്ചത്? രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം, 2012 തന്നെ അഴിമതി പുറത്തു വന്നിട്ടും ഈ ഓഗസ്റ്റ വെസ്റ്റ്ലാൻഡുമായിട്ടുള്ള കരാറ് റദ്ദാക്കുന്നതിന് 2 വർഷത്തെ കാലതാമസമുണ്ടായി. 2014 കരാറ് റദ്ദാക്കുന്നത്. ഇത് കൂടാതെ ഈ അഴിമതികൾ പുറത്തു വന്നതിന് ശേഷവും കൈക്കൂലി നൽകിയത് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ പുറത്തു ജയശങ്കർ കൂടി നമ്മോടൊപ്പം ശരിയാണ്. അഡ്വക്കേറ്റ് ജയശങ്കർ, അഗസ്റ്റ വെസ്റ്റ്ലാൻഡ് അഴിമതിയിൽ AK ആന്റണിയുടെ പങ്ക്
തെളിയുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണോ? അതായത് CBIയും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും അദ്ദേഹത്തെ ഉടൻ ചോദ്യം ചെയ്യുമെന്നാണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. 40-ലധികം രേഖകൾ പരിശോധിച്ചതിൽ അദ്ദേഹത്തെ സംശയത്തിന്റെ നിഴലിൽ നിർത്താനുള്ള പല കാര്യങ്ങളും ലഭ്യമായി എന്നാണ് ഏറ്റവും ഒടുവിലത്തെ വിവരങ്ങൾ വ്യക്തമാക്കുന്നത്. താങ്കൾ എങ്ങനെ കാണുന്നു? ഭദ്രകാളിയെ പിശാചി പിടിക്കുക എന്ന് പറഞ്ഞു കേട്ടിട്ടുള്ളൂ. ഇപ്പൊ അത് നമുക്ക് അനുഭവിക്കാനുള്ള അവസരം ഉണ്ടായിരിക്കുന്നു. അഥവാ കുറുന്തോട്ടിക്ക് വാദം എന്ന് പറഞ്ഞാലും തെറ്റില്ല. ശ്രീ AK ആന്റണിയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, അദ്ദേഹം യാതൊരു തരത്തിലുള്ള അഴിമതി മനസാ വാച കർമ്മണ ചെയ്യാത്ത ഒരു പരിശുദ്ധ പരമ പുണ്യവാളനായിട്ട് അറിയപ്പെടുന്ന ആളാണ്. ഞാൻ വിചാരിക്കുന്നില്ല വ്യക്തിപരമായിട്ട് അദ്ദേഹം അഴിമതി നടത്തി കാണുന്നത്. പക്ഷേ അഗസ്റ്റ വെസ്റ്റ്ലാൻഡ് ഹെലികോപ്റ്റർ വാങ്ങിയ കാര്യത്തിൽ വലിയ തട്ടിപ്പ് നടന്നെന്നുള്ള കാര്യത്തിൽ ആർക്കും ഒരു സംശയമില്ല. ഇറ്റാലിയൻ കോടതി കൈക്കൂലി കൊടുത്ത ആളുകളെ ശിക്ഷിക്കുമെന്ന വാർത്ത നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ബന്ധപ്പെട്ട ആളുകളുടെ പേര് വിവരം ഇറ്റാലിയൻ ഭാഷയിലുള്ള ജഡ്ജ്മെന്റിലുണ്ട് എന്നും അറിയുന്നു. അത് കേന്ദ്ര സർക്കാർ ഇറ്റാലിയനിൽ നിന്ന് ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ശ്രീ AK ആന്റണി തീർച്ചയായിട്ടും ഇതിൽ കുടുങ്ങുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അദ്ദേഹം വ്യക്തിപരമായിട്ട് അഴിമതി നടത്തിയാലും നടത്തിയില്ലെങ്കിലും അതിന്റെ ധാർമ്മികവും നിയമപരവുമായ ഉത്തരവാദിത്വത്തിൽ നിന്ന് അദ്ദേഹത്തിന് ഒഴിഞ്ഞു പറയാൻ കഴിയുകയില്ല. കാരണം അദ്ദേഹം പ്രതിരോധ മന്ത്രിയായിരിക്കുമ്പോഴാണ് ഇതുമായി ബന്ധപ്പെട്ട കരാറുകൾ ഉണ്ടാക്കിയത്. ഇനി ഞാൻ ഒരു കാര്യം കൂടി കൂട്ടിച്ചേർത്തുകൊള്ളട്ടെ. ശ്രീ AK ആന്റണി ഇന്ത്യയുടെ ചരിത്രത്തിൽ ഏറ്റവും അധികം കാലം പ്രതിരോധ മന്ത്രിയായി പ്രവർത്തിച്ചിട്ടുള്ള ആളാണ്. എന്തുകൊണ്ടാണ് ആന്റണിയെ പോലൊരു പരിശുദ്ധനായ വ്യക്തിയെ പ്രതിരോധ മന്ത്രിയാക്കി ഇരുത്തിയത് എന്ന് ചോദിച്ചാൽ, നെഹ്റു ഗാന്ധി കുടുംബക്കാർ നടത്തുന്ന വലിയ അഴിമതികൾ ശ്രീ ആന്റണിയാണ് ആ സ്ഥാനത്തിരിക്കുന്നതെങ്കിൽ ആരും സംശയിക്കുകയില്ല എന്നുള്ളതുകൊണ്ടാണ്. മൻമോഹൻ സിംഗിനെ നോക്കൂത്തിയാക്കിക്കൊണ്ടാണല്ലോ കൽക്കരി പാടം ഇടപാട് നടത്തിയത്. അതുപോലെ ശ്രീ ആന്റണിയെ മുൻനിർത്തിക്കൊണ്ടാണ് പ്രതിരോധ വകുപ്പിൽ അഗസ്റ്റ വെസ്റ്റ്ലാൻഡ് അതിന്റെ ഒരു മഞ്ഞമലയുടെ അറ്റം മാത്രമാണ്. വലിയ കോടാനുകോടി രൂപയുടെ തട്ടിപ്പുകൾ വേറെ നടന്നുണ്ട്. അതെല്ലാം നടത്തിയത് ബഹുമാനപ്പെട്ട ഈ നേതാവിനെ നോക്കുകൂത്തിയാക്കിക്കൊണ്ടാണ്. എനിക്ക് അദ്ദേഹത്തോട് സഹതാപം മാത്രമേ ഉള്ളൂ. പക്ഷേ അഡ്വക്കേറ്റ് ജയശങ്കർ, അതേസമയം AK ആന്റണിക്ക് അതിൽ പ്രത്യക്ഷത്തിൽ പങ്കില്ലെങ്കിലും അഴിമതിക്ക് കൂട്ടുനിന്നു എന്നതും ആ ഒരു അഴിമതി നടത്തി എന്നതിന്റെ തുല്യമല്ലേ നിയമപരമായി? തീർച്ചയായിട്ടും നിയമപരമായ ഉത്തരവാദിത്വത്തിൽ അദ്ദേഹത്തിന് ഒഴിഞ്ഞു പറയാൻ കഴിയുകയില്ല. ഞാൻ പറഞ്ഞല്ലോ, രാഷ്ട്രീയവും ധാർമ്മികവും നിയമപരവുമായ ഉത്തരവാദിത്വത്തിൽ അദ്ദേഹത്തിന് ഒഴിഞ്ഞു മാറാൻ കഴിയുകയില്ല. വളരെയധികം നന്ദിയുണ്ട് അഡ്വക്കേറ്റ് ജയശങ്കർ ഈ ഒരു സമയം ഞങ്ങളോട് പ്രതികരിച്ചതിന്. അഗസ്റ്റ വെസ്റ്റ്ലാൻഡ് അഴിമതിയിൽ AK ആന്റണിയെ CBIയും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും ചോദ്യം ചെയ്യും. വ്യോമസേന മുൻ തലവൻ SP ത്യാഗിയോട് ഒരാഴ്ചക്കുള്ളിൽ സ്ഥാനത്ത് ഹാജരാകാൻ CBI നിർദ്ദേശം നൽകിയിട്ടുണ്ട്. 40-ലധികം രേഖകൾ പരിശോധിച്ചതിൽ നിന്നും അന്വേഷണ സംഘത്തിന് വ്യക്തമായ രീതിയിൽ ആന്റണിയെ സംശയിക്കത്തക്ക രീതിയിലുള്ള കാര്യങ്ങൾ ലഭ്യമായി എന്നാണ് ഏറ്റവും ഒടുവിൽ വിവരങ്ങൾ ലഭ്യമായിരിക്കുന്നത്. M. സന്തോഷാണ് ദില്ലിയിൽ നിന്നും വിശദാംശങ്ങൾ നൽകിയത്.